ഇന്ന് നിഫ്റ്റി നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, നമുക്ക് എവിടെയാണ് ഇന്ന് ബൈ ചെയ്യേണ്ടത്, ഏതാണ് നോ ട്രേഡ് സോൺ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് ഈ ലെവലുകളായിരുന്നു. അതായത് 25,100-നും 24,950 റേഞ്ചിന് ഇടയ്ക്ക് ട്രേഡ് എടുക്കരുത്, ഒരു നോ ട്രേഡ് സോൺ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ 25,100-ന് മുകളിലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു 25,120-ൽ നിങ്ങൾക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്ന. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു മൂവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ട്രേഡ് എടുത്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അനാലിസിസ് അവിടെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് പ്രീമിയം ചാർട്ടിൽ നമുക്ക് എത്ര രൂപ ഇന്ന് കിട്ടുമായിരുന്നു, ഇന്ന് ട്രേഡ് എടുത്തിരുന്നെന്ന് നോക്കാം. ഇത് 25,100-ന്റെ കോൾ ഓപ്ഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. 145 രൂപ, 146 എന്ന് കണക്ക് കൂട്ടാം. 146-ൽ ഓപ്പൺ ആയ പ്രൈസ് ഇന്ന് എൻ്റെ ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് 218 റേഞ്ചിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 150 നോക്കിയാൽ മതി. 150 മുതൽ 220 അടുത്ത് വരെ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് 70 പോയിന്റ് അടുത്ത് നമുക്ക് ഇന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിഫ്റ്റിയുടെ ഒരു ലോട്ട് 75 എടുത്തിരുന്നെങ്കിൽ 75 × 70 കണക്കൂട്ടി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു എന്ന്. നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാൻ പോകരുത്, നഷ്ടത്തിലാണ്. സപ്പോസ് നിങ്ങൾ എടുത്ത ഓപ്ഷൻ ഇപ്പോൾ നഷ്ടത്തിലാണ് ഓടുന്നത് എങ്കിൽ ആവറേജ് ചെയ്യാനായിട്ട് പോകരുത്. പിന്നെ നാളെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ദിവസമാണ്. നാളെ എക്സ്പയറി ആണ്, വ്യാഴാഴ്ചയാണ്, വീക്കിലി എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ റിസ്ക് നോക്കിയിട്ട് എടുക്കാവുള്ളൂ. വീക്കിലി അതുപോലെ മന്ത്ലി എക്സ്പയറി കൂടെ നാളെയാണ്, രണ്ടും ഒന്നിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ നല്ല തീറ്റ ഡി കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വാല്യൂസ് താഴെ പോവും, അതുകൊണ്ട് അത് നോക്കണം. പിന്നെ നിങ്ങൾ എന്നും പറയുന്ന പോലെ തന്നെ ക്യാരി ഓവർ പൊസിഷൻസ് ഒന്നും എടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഓപ്ഷൻസിൽ. കാരണം നെക്സ്റ്റ് ഡേ എന്ത് മൂവ് വരും നമുക്കറിയത്തില്ലല്ലോ. അടുത്തത് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മനസ്സിൽ വെക്കരുത്, എപ്പോഴും ആപ്പിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ എന്നും പറയുന്ന ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായ ഒരു സംഭവം. ഇനി നമുക്ക് നാളത്തെ നിഫ്റ്റി അനാലിസിസ്, നമുക്ക് പ്രഡിക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം ഫ്രെയിം ഒന്ന് മാറ്റുകയാണ്, 1 ഡേയിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ആദ്യം വ്യൂ ഒന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങനെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഡെയിലി ക്യാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ മൂവ്മെൻ്റ് അനുസരിച്ച് ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. എന്നാലും ഇവിടെ വരുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട് ഈ ഏരിയയിൽ. സപ്പോസ് ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരുന്നത് എങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് ഇന്ന് പറയാൻ വരും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ ഒരു ഇവിടം വരെയൊക്കെ വലിയൊരു ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു നാളത്തേക്ക് നല്ല അടിപൊളി ബുള്ളിഷ് മൂവ്മെൻ്റ് ആണെന്ന്. പക്ഷേ ഇവിടെ ചെറിയ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീക്ക്ലി ചാർട്ടും കൂടെ ഒന്ന് നോക്കാം. ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് വീക്ക്ലിയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ വീക്ക്ലിയിൽ നോക്കിക്കഴിയുമ്പോൾ വീക്ക്ലിയിലും ഒരു ബുള്ളിഷ് മൂവ് തന്നെയാണ് കാണുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ ആണ് നമ്മൾ കാണുന്നത്. ഈ ഏരിയ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക്ലിയിലും നല്ല ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്, അത്യാവശ്യം നല്ല ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത്
പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് കിട്ടാനായിട്ടുള്ളത് വരുന്നത് ഒരു 26 റേഞ്ചൊക്കെ ആയിരിക്കും. എന്നാൽ ഇവിടേക്ക് ഡയറക്റ്റ് ഒറ്റ അടിക്ക് 26ലേക്ക് ഇവിടുന്ന് വരത്തില്ല. നമുക്കറിയാവുന്ന പോലെ ചെറിയ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഇവിടെ 26 റേഞ്ചിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്യൂവിൽ വീക്ക്ലിയിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. ബുള്ളിഷ് മൂവാണ്, അതായത് പോസിറ്റീവ് സൈഡാണ്, മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. ഡെയിലിയിലും ഒരു ബുള്ളിഷ് മൂവ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്യൂ ഏതായാലും പോസിറ്റീവാണ്, ബുള്ളിഷ് മൂവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ലെവൽസ് നോക്കാം. അപ്പോൾ ലെവൽ നോക്കുന്നതിനായിട്ട് ഞാൻ പോകുന്നത് 15 മിനിറ്റ്സിലേക്ക് ഞാൻ വീണ്ടും മാറുകയാണ്. വീക്ക്ലിയിൽ നിന്ന് 15 മിനിറ്റ്സിലേക്ക് മാറ്റി ചാർട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുന്നവരെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ പുട്ടെടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,980 ഈ റേഞ്ചിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മുടെ അനാലിസിസിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം. ഇത് 24,980 ഈ റേഞ്ചിന് താഴെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അത് വരാനുള്ള ചാൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും യുദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായി താഴേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു സിനാരിയോയിൽ 24,980 കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. അവിടെയും നമ്മുടെ ക്രൈറ്റീരിയ 24,980 കഴിഞ്ഞ് ഒരു നല്ല ഒരു റെഡ് ക്യാൻഡിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരണം. നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് നമുക്ക് നോക്കാം, 24,880 റേഞ്ചിലാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഞാനിത് ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പുട്ട് ഓപ്ഷനാണ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ 24,980 ഇതിന് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്രൈറ്റീരിയ വേണ്ടത് 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ റെഡ് കളർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പുട്ട് എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് വരുന്നത് 24,880. ഇതാണ് പുട്ട് ഓപ്ഷനിൽ പറയാനുള്ളത്. നമുക്ക് നാളെ നമ്മുടെ വ്യൂ അനുസരിച്ച് മുകളിലേക്കാണ് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉള്ളത്. ചിലപ്പോൾ നാളെ ഈ ലെവലിൽ നിന്ന് താഴേക്ക് വന്ന് ചെറിയ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള ഒരു ചാൻസുകളുണ്ട്. അതായത് 25 ഒരു 140-30-40 റേഞ്ചുകളിൽ വന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. 25-130 ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 25,000 റേഞ്ചിൽ അടുത്ത ഒരു സപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ആയിരിക്കും അടുത്ത സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് നമ്പർ 1. ഇത് നമ്മുടെ സപ്പോർട്ട് നമ്പർ 2. അങ്ങനെ 2 സപ്പോർട്ടുകളാണ്. നാളെ സംഭവിക്കാൻ ഉള്ള ചെറിയൊരു ചാൻസ് ഞാൻ പറയാം എന്തായിരിക്കുമെന്ന്. നാളെ ഇവിടെ നിന്ന് ഓപ്പണായി ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് ചെയ്ത് ഇങ്ങനെ പോയിന്ന് വരാം. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോയി മുകളിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത് ഒരു ചാൻസ് ഉള്ളത് നമ്മളെയൊക്കെ മാർക്കറ്റ് പറ്റിക്കാൻ വേണ്ടി ഇവിടെ വരും, സപ്പോർട്ട് എടുത്തു ചെറുതായിട്ട് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ വന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള ചാൻസുകളുമുണ്ട്.
ഈ 3 ഓപ്ഷനാണ് നാളെ വരാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ S1ലാണ്, സപ്പോർട്ട് നമ്പർ 1ലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടാർഗറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് 25,240 റേഞ്ചിലാണ്. ഈ റേഞ്ചിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അടുത്ത ടാർഗറ്റ് അടുത്ത് തന്നെയുണ്ട്, 25,300, 350 റേഞ്ചിൽ നമുക്ക് അടുത്ത ടാർഗറ്റും വയ്ക്കാം. മൂന്നാമത്തെ ടാർഗറ്റ് വരുന്നത് 25,500 റേഞ്ചിലായിരിക്കും. അങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. നാളെ നമുക്ക് പ്രത്യേകിച്ച് നോ ട്രേഡ് സോണുകളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്നീ താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ പോകാനുള്ള ചാൻസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം നാളത്തേക്ക് പറയുന്നില്ല. കോൾ ഓപ്ഷൻ ആണെങ്കിൽ സി ബൈ ചെയ്യാനാണെങ്കിൽ 25,130 വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റ്സിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. ടാർഗറ്റ് 25,240 ഫസ്റ്റ് ടാർഗറ്റ്. ടാർഗറ്റ് 2 വരുന്നത് 25,350 റേഞ്ചിലായിരിക്കും. ടാർഗറ്റ് 3 വരുന്നത് 25,500 ഇതിൽ 2 ഓപ്ഷനാണ്. കോൾ ഓപ്ഷനിൽ 25,130 നിങ്ങൾക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 25,050 എന്ന് പറയാം. 25,050 റേഞ്ചിലാണ് അടുത്ത S2 വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾക്ക് അവിടെയും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ അനാലിസിസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.